നമസ്കാരം, എല്ലാവർക്കും ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഫ്ലവർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്കതിനാവശ്യമുള്ള സാധനങ്ങൾ സോളാ വുഡ് എന്ന് പറയും. ഇത് ഒരു ഡ്രൈ മെറ്റീരിയലാണ്. സോളാ വുഡ് വേണം. പിന്നെ ത്രെഡ്, കമ്പി, ഫ്ലവർ ടേപ്പ്, ഇതാണ് കോമൺ. പിന്നെ സിസേഴ്സ് വേണം. ഇതാണ് വേണ്ട സാധനങ്ങൾ. നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ സോളാ വുഡ് ഇതിപ്പോൾ കളർ ഇല്ലാത്തതാണ്, നാച്ചുറൽ കളറായിട്ട് വരുന്നതാണ്. ഇപ്പം നമുക്ക് കളർ ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ വരുന്നതാണ്, കളർ ചെയ്ത് വരുന്നതാണ്. നമ്മൾ ചെയ്തതല്ല, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇതുപോലെ ഒരു പീസ് എടുക്കുക. പൊതുവെ സോളാ വുഡ് നല്ല പീസുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല പീസുകൾ നോക്കി നമ്മൾ എടുക്കുക. അപ്പം ഏകദേശം ഇത്രയും ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പം ഇതുപോലെ എടുക്കുക. സോളാ വുഡ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഈസിയായി ചെയ്യാൻ. അതിനൊന്ന് രണ്ടായിട്ട് മടക്കി എടുക്കുക. മടക്കി എടുത്തിട്ട് ഈ അരിക്ക് വഴി ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾക്ക് ഇതിപ്പോൾ ഒരു റോസപ്പൂവിൻ്റെ മാതിരി ഒരു ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത്. ഇങ്ങനെ ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മളിതിനെ കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എല്ലാ പീസും അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഒരു ഫ്ലവറിന് 5 പീസ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ അറ്റത്തേക്ക് വരുമ്പോൾ ഇവിടെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യണില്ല. അവിടെ ഫോൾഡിങ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അവിടെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു സാധാരണ ഒരു ഫ്ലവറിന് വരുമ്പോഴത്തേക്കും 5 അല്ലെങ്കിൽ 7 പെറ്റല് സാധാരണ ഉള്ളൊരു കണക്ക് അങ്ങനെയാണ്. ഇതിപ്പോൾ പെറ്റൽ കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് നമുക്കൊരു 5 പെറ്റലൊക്കെ ആകുമ്പോൾ ധാരാളം മതിയാവുള്ളത്. അതായത് 5 പെറ്റലും വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നല്ല പീസുകൾ നോക്കി ആ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇടുക. അത് കഴിയുമ്പോഴത്തേക്കും ഫാസ്റ്റായിട്ട് ഇതിനെ നമുക്ക് ഈ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പീസുകളൊന്നും തപ്പിയിടുന്നിട്ട് കാര്യമില്ല. കാരണം ഇത് എപ്പോഴും ഡാമേജ് ആയിരിക്കും. ഉള്ളിലൊക്കെ ഇതുപോലെ പാടുകളാണ്. ചിലപ്പോൾ കീറി പോയിട്ടുണ്ടാവും. ഇവിടെ അതൊന്നും മൈക്കേണ്ട. ആ പീസൊക്കെ നമ്മൾ എടുത്തോളാം. അല്ലാതെ കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് പൊതുവെ വരുന്നത് ഇങ്ങനത്തെ ഷീറ്റുകളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം. ഇത് റോൾ ചെയ്തിട്ട് നമ്മളൊരു കമ്പി കട്ട് ചെയ്ത്, ഇത് ഫ്ലവർ മേക്കിംഗ് വയറാണിത്. ഫ്ലവർ മേക്കിംഗ് വയർ മീഡിയം സൈസ് ആയിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ കമ്പി ഇങ്ങനെ ചുറ്റുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുറ്റി താഴേക്ക് കൊണ്ടുവരിക. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ചുറ്റി ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത പെറ്റലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റോൾ ചെയ്തിട്ട് ഇവിടെയാണ് ഒരു ഓപ്പൺ നിൽക്കണേ. അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ആ ഓപ്പൺ ആ വശത്ത് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിനെ ത്രെഡ് വെച്ചിട്ട് കെട്ടും. ഇപ്പം ഇത് ത്രെഡ് ആണെങ്കിൽ നമ്പർ 10 ആണ്. അപ്പം നമ്മൾക്കത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചുറ്റിയാൽ മതിയാവും. അപ്പം തിന്നായിട്ടുള്ള ത്രെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറേ പ്രാവശ്യം ചുറ്റി എടുക്കേണ്ടി വരും. ഞാൻ ഒരു പെറ്റൽ വെച്ചു. രണ്ടാമത്തെ പെറ്റൽ ഞാൻ അതിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഓപ്പോസിറ്റ് വയ്ക്കാം, സൈഡിൽ വയ്ക്കാം. നമ്മളൊരു ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും എങ്ങനെയാണ് ഒരു ഫ്ലവർ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കങ്ങ് സെറ്റ് ചെയ്യാം. പെറ്റൽസ് അങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. ചുറ്റുന്നത് നന്നായിട്ട് മുറുക്കി ചുറ്റണം. മുറുക്കി ചുറ്റി ഓരോ പ്രാവശ്യവും കെട്ടിട്ട് പോകണം. ഇത് ത്രെഡ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഓരോ പ്രാവശ്യം അതിനെ നോട്ട് ഇട്ട് അങ്ങ് പോകണം. 2 ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നോട്ട് ഇടുക. ഏകദേശം 5 പെറ്റലായിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്ത് ഒരു 2-3 എണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫ്ലവർ റെഡിയായി. നല്ല ഈസി ആയിട്ടൊരു ഫ്ലവർ റെഡിയായി. നമ്മളൊന്ന് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവേഴ്സ് വെക്കാൻ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റിനുള്ള ഫ്ലവേഴ്സ് അത്രയും നമുക്ക് റെഡിയാവും. ഇതിപ്പോൾ ഫ്ലവർ ടൈപ്പ്, ഗ്രീൻ ടൈപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് പല കളറിൽ കിട്ടുന്നുണ്ട്. ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്രൗൺ. അപ്പം ഇതിലൊക്കെ നമുക്ക് ഗ്രീൻ തന്നെ വെച്ചാൽ മതിയാവും. പക്ഷേ സോളാ വുഡിന്റെ നമ്മൾ നാച്ചുറൽ കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നാച്ചുറൽ കളറിന്റെ ഇപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ വരുന്നത് നാച്ചുറൽ കളറാണ്. ഇത് കളർ ചെയ്യാത്തത്. ഇതിൽ വരുന്നത് ബ്രൗൺ കളറിലെ ടൈപ്പ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ ഡ്രൈ ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും. ഫ്ലവർ ടൈപ്പ് ചുറ്റുമ്പോഴത്തേക്കും ഇങ്ങനെ വലിച്ച് താഴേക്ക് ഇങ്ങനെ വലിച്ച് വെക്കണം. നന്നായിട്ട് വലിച്ച് ചുറ്റുമ്പോൾ ഏറ്റവും തിന്നായിട്ട് വരുന്നതാണ് അത്രയും ഭംഗിയായിട്ട് വരുന്നത്. അതുപോലെ ചുറ്റി അങ്ങനെയാണ് വലിച്ചെടുക്കാൻ മതി. ഇപ്പം നമ്മൾ ചുറ്റി കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ ശകലം വിട്ടുപോയിട്ടുണ്ട്. അതിന് കുറച്ച് ഇത് കൂടുതലുള്ളത് കൊണ്ടാണ് വിട്ടുപോകുന്നത്. ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കൊരു
കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഫിനിഷിങ് ഉണ്ടാവും. പിന്നെ നമ്മളിത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് അതിന് അവിടെ ഫിനിഷിംഗ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഡ്രൈ ഡേറ്റ്സിന് കൂടെയാണ് നമ്മൾ പൊതുവെ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കതിന് ഇങ്ങനെ തന്നെ മതിയോ. അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതല്ലേ ഇത്രയും ഞാൻ ചുമ്മാ ഒരു 5-6 ചെയ്ത് വെച്ചിട്ട് ഒരു പഞ്ചാക്കി വെച്ചിട്ട് നമുക്ക് ലീവ്സ് കൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. എളുപ്പമല്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.